എൻ വിജയന്റെ മകനും മരുമകളുമാണ് സംസാരിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണങ്ങൾ. AK ലതീഷ് കൂടി കോഴിക്കോട് ചേരുന്നുണ്ട്. മനോ, എന്താണ് ലതീഷ്? ഏറെ സങ്കടകരമാണ്, ഏറെ വലിയ വാർത്തയായിരുന്നു, വിവാദമായിരുന്നു. ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നായിരുന്നു ആദ്യം നൽകിയ വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനം പാലിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള മര്യാദ പോലും ടി സിദ്ദിഖിനെ പോലുള്ളവർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ആകെ മൊത്തം പറ്റിപ്പാണോ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ? മനസ്സിലാക്കാൻ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് എല്ലാ നേതാക്കളും ഉണ്ട് എന്നറിഞ്ഞ് അവർ ഇന്നലെ കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ വന്നത്. അത്തരമൊരു സ്ഥലത്തേക്ക് വന്ന് പരാതി പറയേണ്ട സാഹചര്യത്തിലേക്ക് DCC ട്രഷററായിരുന്ന NM വിജയൻ്റെ കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ഒരു ഗതികേട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2.49 കോടി രൂപയുടെ ബാധ്യതയാണ് ഇവർക്കുള്ളത്. ആ ബാധ്യതയുടെ കണക്കെല്ലാം കോൺഗ്രസ് നേതാവായ സണ്ണി ജോസഫ് MLAക്ക് ഇവർ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. അത് കൈമാറണമെന്ന് KPCC ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൈമാറിയത്. എന്നാൽ ഡിസംബർ 27-നാണ് NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്യുന്നത്. 4 മാസമാവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും കടബാധ്യത തീർത്തു തരാം എന്ന് പറഞ്ഞ വാക്കിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. ബാങ്ക് നിയമനം കോഴയുമായി ബന്ധപ്പെട്ടാണ് NM വിജയൻ നേതാക്കൾക്ക് വേണ്ടി പണം വാങ്ങിയതും. എന്നാൽ പിന്നീട് നിയമനം നൽകാൻ കഴിയാത്തതോടെ തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് മകനെയും കൂട്ടി ജീവനൊടുക്കാൻ വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ NM വിജയൻ, DCC ട്രഷററായിരുന്നു അദ്ദേഹം മുതിരുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയും വലിയ തോതിൽ കോൺഗ്രസ് നേതൃത്വം വിമർശനത്തിന് പാത്രമാവുകയും ചെയ്ത സാഹചര്യമായിരുന്നു ഉള്ളത്. വളരെ വൈകിയാണെങ്കിലും KPCC പ്രസിഡന്റ് K സുധാകരൻ വീട്ടിലെത്തി കടബാധ്യത ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അന്വേഷണ കമ്മീഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു ടീമിനെ തന്നെ നിശ്ചയിച്ചു. അവർ വീട്ടിലെത്തി ചർച്ച നടത്തി. എന്നാൽ പിന്നീട് കുറേ ദിവസങ്ങളായി യാതൊരു അനക്കവുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഫോൺ എടുക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് T സിദ്ദിഖും അതേപോലെ തന്നെ AP അനിൽകുമാറും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം ചുമതലപ്പെടുത്തിയ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. അവരാരും തന്നെ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തായാലും വലിയൊരു പ്രയാസത്തിലാണ് NM വിജയൻ്റെ കുടുംബം എന്ന് പറയുന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളെ കാണുന്നതിനായി അവർ കോഴിക്കോട്ടേക്ക് ഇന്നലെ എത്തിച്ചേർന്നത്. മുതിർന്ന നേതാക്കളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും T സിദ്ദിഖുമായും അതേപോലെ തന്നെ AP അനിൽകുമാറുമായും വൈകിട്ട് ചർച്ച നടത്തിയാണ് കുടുംബം മടങ്ങിയത്. നമ്മൾ പിന്നീട് അവരുമായി ബന്ധപ്പെട്ടിരുന്നു. ചർച്ച നടത്തിയെന്നല്ലാതെ കാര്യമായ എന്തെങ്കിലും പുരോഗതി ഉണ്ട് എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്രയും നാളത്തെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കടബാധ്യത തീർക്കുന്ന തരത്തിലേക്കുള്ള ഒരു പോസിറ്റീവായ സമീപനത്തിലേക്ക് നേതൃത്വം എത്തിയാൽ മാത്രമേ അതിന് അനുകൂലമായൊരു പ്രതികരണം ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്നാണ് നമുക്ക് അവരുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്ത നേതാക്കളെ ഇന്നലെ കോഴിക്കോട് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവർക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ഇന്നലെ മടങ്ങിയത്. ഇവർ ചതിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണം വരുന്നത്. എന്തായാലും വലിയ കൊള്ളിളക്കം സൃഷ്ടിച്ച ഒരു ആത്മഹത്യ. നേരത്തെ മനു മിനിഷയും എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാൾ ഇത്തരത്തിൽ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ദുര്യോഗമാണ് NM വിജയൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ NM വിജയന് ഉണ്ടായത്. ഈ കേസിൽ IC ബാലകൃഷ്ണനും അതേപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചനും അടക്കമുള്ളവർ പ്രതികളാണ്. ഇവർക്കുൾപ്പെടെ പണം നൽകിയതായെല്ലാം നേരത്തെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ കൈരളി ന്യൂസ് തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ കുടുംബം വലിയ വേദനയിൽ തന്നെ തുടരുന്നു. ആ പ്രശ്നത്തിന്, പ്രത്യേകിച്ച് ആ കടബാധ്യതയ്ക്ക് വലിയ കടബാധ്യത ആ കുടുംബത്തിനുണ്ട്. ആ കടബാധ്യത തീർക്കാൻ ഇപ്പോഴും KPCC നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഏതായാലും അത് ഗൗരവതരമായ വിഷയമാണ്. കാരണം ഒരു കുടുംബത്തെയാണ് പറ്റിച്ചിരിക്കുന്നത്, അല്ലേ? 2 മനുഷ്യരുടെ ജീവൻ ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. എത്രയോ നേരത്തെ ആ പരാതി ഈ NM വിജയൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിൽ എത്തിച്ചതാണ്. അന്ന് അവർ ആ പരാതിയിൽ കൃത്യമായി നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതെ, മകനെയും നഷ്ടപ്പെടില്ലായിരുന്നു.